ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ സബ്മിറ്റ് സ്റ്റഡീസ്. ഇന്ന് നമ്മളിപ്പോൾ എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചുള്ളതാണ്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എ കണ്ടിന്യൂസ് ആൻഡ് സ്റ്റഡി ചേഞ്ച് ഇൻ ദ ലോങ് റൺ. അതാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു നീണ്ട പ്രോസസ്സായിരിക്കും, അല്ലെങ്കിൽ ഒരു ലോങ് റൺ ആയിരിക്കും. എന്താണെങ്കിലും അവിടെ ഒരു സ്റ്റഡി ചേഞ്ച് ആയിരിക്കും വരുന്നത്. ഒരു മാറ്റമാണ്, അല്ല കൂടുതലുള്ള മാറ്റമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റഡി ചേഞ്ച് ആയിരിക്കും, അങ്ങനെയുള്ളൊരു മാറ്റമായിരിക്കും. അതല്ല ലോ രീതിയിലുള്ളൊരു ചേഞ്ചാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. പക്ഷേ അത് കണ്ടിന്യൂസും ആയിരിക്കും. കണ്ടിന്യൂസ് ആൻഡ് സ്റ്റഡി ചേഞ്ച് ഇൻ ദി ലോങ് റൺ. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് ലേബർ ഫോഴ്സ്, ക്യാപിറ്റൽ, ഇതേ കണക്കുള്ള സാധനങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും GDPയും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചേഞ്ചസ് ഇൻ ലേബർ ഫോഴ്സ്, ക്യാപിറ്റൽ എക്സെട്ര മേ ചേഞ്ച് ദി GDP. ഇനി എക്കണോമിക് ഗ്രോത്ത് ഫോക്കസ് ചെയ്യുന്നത് GDP എങ്ങനെ കൂട്ടാം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്. അടുത്തത് ഡെവലപ്ഡ് കൺട്രീസിന് മാത്രമാണ് എക്കണോമിക് ഗ്രോത്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, വേറെ ഒരു കൺട്രീസിനും ഇല്ല. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിനോ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനോ ഒന്നുമല്ല, ഡെവലപ്ഡ് കൺട്രീസിന് മാത്രമാണ് എക്കണോമിക് ഗ്രോത്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതേ കണക്ക് തന്നെ ഇതിൻ്റെ എക്കണോമിക് ഗ്രോത്തിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ആയിരിക്കും, ക്വാളിറ്റേറ്റീവ് അല്ല, ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ ആനുവൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് നാഷണൽ ഇൻകം, അതിനെയാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം, ആനുവൽ റേറ്റ് ഓഫ് നാഷണൽ ഇൻകത്തിൽ എത്ര വളർച്ചയുണ്ട് എന്നുള്ളതാണ് എക്കണോമിക് ഗ്രോത്ത് കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ എക്കണോമിക് ഗ്രോത്ത് എപ്പോഴും വൺ ഡൈമെൻഷനലാണ്. അതായത് അതിനൊരൊറ്റ ഫോക്കസ് മാത്രമേ ഉള്ളൂ, ഇൻകം. വേറെ ഒന്നുമില്ല, ഒരൊറ്റ ഫോക്കസ് മാത്രം, ഇൻകം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. വൺ ഡൈമെൻഷനലാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ ഷോർട്ട് ടേം പ്രോസസ്സാണ്. അത് കണക്ക് നാരോവർ കൺസെപ്റ്റുമാണ്. ഈ നാരോവർ കൺസെപ്റ്റ് എന്ന് പറയാൻ കാരണവും അതേ കണക്ക് തന്നെ ഷോർട്ട് ടേം പ്രോസസ്സ് എന്നൊക്കെ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ വൺ ഡൈമെൻഷനലാണ്. അതാണ് മെയിൻ റീസൺ. വൺ ഡൈമെൻഷനൽ എന്ന് പറയുമ്പോൾ ഒരൊറ്റ സാധനത്തിന് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതായത് ഇൻകത്തിന് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അത് എടുക്കുന്ന ടൈമും കുറവായിരിക്കും. അതേ കണക്ക് തന്നെ പ്രോസസ്സ്, ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നതേ ചെറുതാണ്, ഇൻകം അത് മാത്രമല്ലേ ബേസ് ചെയ്യുന്നുള്ളൂ. അതാണ് നാരോ ഓവർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വരും. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സഡൻ ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ചേഞ്ച് ഇൻ ദ സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. എന്തൊക്കെയാണോ എക്കണോമിക് ആക്ടിവിറ്റി അതിനകത്ത് വരുന്ന പെട്ടെന്നുണ്ടാവുന്ന കണ്ടിന്യൂസ് അല്ലാത്ത മാറ്റങ്ങൾ, ഇതിനെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി, അതേ കണക്ക് തന്നെ ഔട്ട്പുട്ട്, ഇന്നോവേഷൻ കാരണം, അതായത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കാരണം വരുന്ന ഔട്ട്പുട്ട്, ഇതെല്ലാം തന്നെ എക്കണോമിക് ഡെവലപ്മെൻ്റ് ഒരു ഭാഗമാണ്. ഇൻക്രീസ് ഇൻ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി, ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഡ്യൂ ടു ഇന്നോവേഷൻ. പിന്നെ അടുത്തത് മറ്റേതിൽ ഫോക്കസസ് ഓൺ GDP ആണ്, ഇൻക്രീസ് ഇൻ ദി GDP. പക്ഷേ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ വരുമ്പോഴത്തേക്കും ലീവിങ് സ്റ്റാൻഡേർഡ്സ് കൂട്ടുന്നത് എങ്ങനെയാണ്, ഒരാളുടെ ഒരു എക്കണോമിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം എന്നുള്ളതൊക്കെ ആയിരിക്കും ഈ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. പിന്നെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെയാണ് എപ്പോഴും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. കാരണം ഡെവലപ്ഡ് കൺട്രീസിനെ പിന്നെയും ഡെവലപ്പ് ആക്കാനില്ലല്ലോ, ഫുള്ളി ഡെവലപ്ഡ് ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ GDPയെ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് പിന്നെ അവരുടെ ആ ഒരു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അതെങ്ങനെ ഇൻക്രീസ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. പക്ഷേ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസാണ് എപ്പോഴും താഴെ നിൽക്കുന്നത്. അപ്പോൾ അവരെ മുകളിലോട്ട് കൊണ്ടുവരണം. അതിന് അവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നൊക്കെ ഉള്ളതായിരിക്കും എക്കണോമിക് ഡെവലപ്മെൻറ്റിന് നോക്കുന്നത്. അടുത്തത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എപ്പോഴും ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ്. പിന്നെ റിയൽ നാഷണൽ ഇൻകം ഇൻക്രീസസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരുപാട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എപ്പോഴും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലാണ് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളെടുക്കും, ലോങ് പീരീഡ് ഓഫ് ടൈം എടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു റിയൽ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ലോങ് പീരീഡ് ഓഫ് ടൈം എടുക്കും. അതേ കണക്ക് മറ്റേത് വൺ ഡൈമെൻഷനൽ ആയിരുന്നെങ്കിൽ ഇത് മൾട്ടി ഡൈമെൻഷനലാണ്. അതായത് ഇൻകവും സോഷ്യൽ വെൽഫെയർ ഓഫ് ദ പീപ്പിളും അതേ കണക്ക് ലീവിങ് സ്റ്റാൻഡേർഡ്സും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ വരും. അതുകൊണ്ട് തന്നെ അത് മൾട്ടി ഡൈമെൻഷനലാണ്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് വൺ ഡൈമെൻഷനലാണ്. പിന്നെ
ഇതിപ്പം മൾട്ടി ഡയമെൻഷനൽ അല്ലേ, ഒരുപാട് കാര്യങ്ങൾ അത് നോക്കണ്ടേ. അതുകൊണ്ട് തന്നെ ഇത് ലോങ് ടേം പ്രോസസ്സാണ്. അത് കണക്ക് തന്നെ ബ്രോഡർ കൺസെപ്റ്റുമാണ്. ഇത് ഇത്രയുമാണ് മെയിനായിട്ട് വരുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്.